ഹായ് അസ്സാം വലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അതിന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ അല്ല, വേറെ എന്തെങ്കിലും ഒന്നല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബാല്യകാലത്തിൽ സ്കൂൾ ജീവിതത്തിലെ ഒരു റംസാൻ അതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ കാര്യമാണ്, സംഭവം ശരിയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മളെ ചെറുപ്പത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഓർമ്മകളിൽ വരില്ലേ. അതുപോലെ ഈ റംസാന്, അല്ലാത്ത റംസാനും എനിക്ക് ഓർമ്മയിൽ വരും. അല്ലാത്തതും നമ്മുടെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോഴും എപ്പോഴും ഓർമ്മയിൽ വരും ട്ടോ. പ്രത്യേകിച്ച് പറയാറുണ്ടല്ലോ, നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചെറുപ്പകാലങ്ങള് ഓർമ്മ വരും. അപ്പപ്പ നടന്നതൊക്കെ ചിലത് മറന്നു പോകുന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അതല്ല ട്ടോ. ഞാന് അക്കാലം തൊട്ട് ഇക്കാലം വരെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ മക്കളോട് എപ്പോഴും പറയും. എന്തൊരു സംഭവം ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞു വന്നിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ച് അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അനുഭവിച്ചൊക്കെ. ഇന്ന് അവര് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലല്ല ജീവിക്കുന്നത്. അവരുടെ മക്കളും അങ്ങനെ തന്നെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളില് പലരും ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നവര്. അപ്പം ആ റംസാനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഓർമ്മയില് എൻ്റെ ഒരു പഴയകാല റംസാൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിൽ കുറച്ച് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. അതൊക്കെ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനോ, വേറെ ഞാൻ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നോ അങ്ങനെ അങ്ങനെ പറയാനൊന്നും അല്ല. ആ ട്രോളാൻ വന്നവർ വന്നോട്ടെ, അത് കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നമുക്ക് നല്ലൊരു പാഠാണ്, നല്ലൊരു അനുഭവമാണ്, നല്ല പിന്നെന്താ പറയാ, നമുക്കൊരു എനർജിയാണ് കിട്ടിക്കണെന്ന് പറയാം. ഏഹ് നമ്മൾ ചെറുപ്പത്തിലുള്ള എന്താണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ഓരോ അനുഭവങ്ങളൊക്കെ നമുക്ക് അതൊരു പാഠമായിട്ട് പിന്നെ നമുക്ക് ഭാവിയിൽ പല അനുഭവങ്ങൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ റംസാൻ ഇന്ന് 27. അപ്പോ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇക്കാനോട് നോമ്പ് തുറക്കുമ്പോ പറഞ്ഞു, ഇക്കാ ഇന്നിപ്പോ നമ്മള് അധികം ഒന്നും ഞങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരാണ്. അതാകുമ്പോ പിള്ളേരാരും വരുമ്പോ വല്ലതും വാങ്ങുള്ളൂ പുറത്തുനിന്ന്. അപ്പൊ പ്രത്യേകിച്ച് രണ്ടാൾക്കും നല്ല ബിസിനസ് ഉള്ളത് കാരണം ബിസിയാണ്. പിന്നെ ഉച്ചയ്ക്ക് വന്നാലും വല്ലതും ഉണ്ടാക്കുള്ളൂ. ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കുള്ളൂ, പൊറോട്ട എന്തെങ്കിലും വാങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്ത് കൊടുത്താലും ഇന്നിപ്പോ ക്യാഷ് കൊടുത്ത എന്ത് സാധനം നമ്മുടെ മുന്നിൽ എത്തും. ക്യാഷ് ആണെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട് നമ്മുടെ കയ്യിൽ എന്നും പറയാം, അൽഹംദുലില്ലാ. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ഇങ്ങനെ നല്ല നോമ്പ് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇക്ക അൽഹംദുലില്ലാ ഇന്നിപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിയിട്ട് കഴിക്കാൻ ഉള്ള ഒരു ഒരു പ്രാപ്തി ഉണ്ട്. നമ്മൾ വാങ്ങാത്തതാണ്. ഉം. എന്നാലും ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഇപ്പോ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ വാങ്ങുന്നു, കഴിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് സ്കൂൾ ജീവിതത്തില്, എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു റമദാന് ദാരിദ്ര്യം. ദാരിദ്ര്യം മീൻസ് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് പാവപ്പെട്ടന്റെ വീട്ടിലും നല്ലൊരു ഫുഡ് ഉണ്ടാക്കുന്നത് ശരിക്ക് റമദാൻ മാസത്തിലായിരിക്കും. പാവപ്പെട്ടവന്റെ വീട്ടിലാണ് പറയുന്നത്. റമദാന് പെരുന്നാളൊക്കെ ഉള്ള ഒരു സമയങ്ങളായിരിക്കും. അപ്പോ ആരെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും. അതാണല്ലോ സദക്കയും ദാനം എന്നൊക്കെ പറയുന്നത്, സക്കാത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് കിട്ടുമ്പോൾ ആ പാവപ്പെട്ടവനും ബെറ്റർ ആയിട്ട് അവനക്ക് അന്ന് ആ മാസം കഴിഞ്ഞ് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവിടെ പാവപ്പെട്ടവനും പണക്കാരനുമില്ല, എല്ലാവരും അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് നോമ്പ് നോക്കുന്നു ഉണ്ടാക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമത്വം കൂടെ കൊണ്ടുവരികയാണ് ആ സക്കാത്തിൽ കൂടെ. അപ്പോ എന്താ പറയാ, ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ ഒന്നും ഉണ്ടാവില്ല. അഭിപ്രായങ്ങൾ പറയാന്, ഇന്നത് ഉണ്ടാക്കണം ഉമ്മാന്ന് പറയാന് നമുക്ക് ആ പറയാനൊന്നുമില്ല. എല്ലാരും റമദാനിന് പിന്നെ അത്യാവശ്യമുള്ളവരൊക്കെ മല്ലി, മുളക്, അരി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പൊടിപ്പിച്ച് സെറ്റാക്കിയൊക്കെ വെക്കുന്നുണ്ടാവും. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വാങ്ങുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും സെറ്റാക്കി വെക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആഗ്രഹിക്കാനും ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് തലമുണ്ടാക്കാനോ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കൂല, വീട്ടിലില്ല. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത്. കാരണം ബാപ്പയില്ലേ മറ്റുള്ളവരില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ആക്കിയില്ല. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിഷയം വരും. സംഭവം എന്താണ്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഞാനാണ് മൂത്തത്. എന്റെ താഴെ ആ അനിയത്തിയും അനിയന്മാരും വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ പിന്നെ ഫാമിലി. അതിൽ ഉപ്പ എന്ന് പറഞ്ഞാല് ഉപ്പാക്ക് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അധികം അധ്വാനിക്കാൻ പോകാനൊന്നും പറ്റാത്ത ഒരാളാണ്. അപസ്മാര രോഗിയാണ്. എപ്പോഴും ഏത് ഏത് സിറ്റുവേഷനിലും പടഞ്ഞു വീഴുന്നിട്ട് കൂട്ടുകാരെടുത്ത് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അത് നടന്നു പോകുമ്പോൾ തന്നെ പടഞ്ഞു വീഴും. അങ്ങനെ പല്ലൊക്കെ പോവും, കാലൊക്കെ പൊട്ടിയതായിട്ടൊക്കെ നടു റോട്ടിൽ നിന്നൊക്കെ വീട്ടു കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ആളായതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു ജോലിക്കൊന്നും സ്ഥിരമായിട്ടൊന്നും പോകാനോ അങ്ങനെ ആരും വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. കൊണ്ടുപോയാൽ തന്നെ അവരും
അവർക്ക് പണി കിട്ടുന്നത് കാരണം ഇങ്ങനെ ഇതാവുന്നതാണ്. അപ്പൊ അതങ്ങനെ. അപ്പൊ നമ്മള് സ്കൂൾ പോകുമ്പോഴൊന്നും ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വന്ന് വൈകുന്നേരമായി ഒരു 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് 5 മണിയായി. 5 മണിയായാലും ഉമ്മ അടുക്കളയിൽ പോവൂല. ഒരു മഗ്‌രിബ് കൊടുക്കാനൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പഴും പടച്ചോനെ ചായക്കെങ്കിലും അപ്പൊ പഞ്ചാര ഉണ്ടാവില്ല. അപ്പം ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല. എന്നാ വിഷമമുണ്ട്. ആരും ഒന്നും പറയില്ല. എല്ലാരും അടുക്കളേക്ക് ഇങ്ങനെ പോവും വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെങ്കിലല്ലേ. ഇപ്പൊ നോമ്പിന്റെ കഥ ഇങ്ങനെ തന്നെ ട്ടോ. അപ്പൊ ഉം ഇവിടുന്നാണ് എന്താണ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഞങ്ങൾ 30 നോമ്പ് ഞങ്ങൾ ഇതങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ളത്. എങ്ങനെയാണ് എത്തിപ്പെടുന്നത് അറിയില്ല. വല്യമ്മ ഉണ്ട്. ഉപ്പാന്റെ ഉമ്മ കണ്ണ് കാണാത്ത ആളാണ്. പിന്നെ കാഴ്ചക്കുറവ് പറ്റെ പോയി ഇരിക്കുകയാണ് കാഴ്ച. അപ്പം ആ വല്യമ്മക്ക് ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊടുക്കും. അപ്പം ഇവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും 2 രൂപയെങ്കിലും ആളടുത്ത് എത്തും. വല്യമ്മാന്റെ അടുത്ത് എത്തും. പപ്പാനെക്കാളും കൂടുതൽ പോറ്റിക്കുന്നത് വല്യമ്മയാണ് നമ്മളെ. പിന്നെ നമ്മളെ വിഷമങ്ങളൊക്കെ അറിഞ്ഞിട്ട് നോക്കി. അപ്പൊ ആ വല്യമ്മ എന്തിട്ടും 2 രൂപ വേഗം കൊണ്ട് കൊണ്ടുവരും. ഉപ്പാന്റെ അടുത്ത് കൊടുക്കും. അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ പറയും. അപ്പൊ ഞങ്ങള് അവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പെട്ടിക്കട ഉണ്ട്. ആ 2 രൂപ ധാരാളമാണ് കിട്ടാ. അപ്പൊ അതില് 60 പൈസ അന്ന് 100 പഞ്ചസാരക്ക്. നല്ല ഓർമ്മയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയത് കാരണം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരു സന്ദർഭം. നമ്മുടെ ചെറുപ്പത്തില് കല്ലിൽ കൊത്തിയ മാതിരിയാണല്ലോ നമ്മളെ ആ അനുഭവങ്ങളൊക്കെ. അപ്പൊ 60 പൈസക്ക് 100 പഞ്ചസാര മേടിക്കും. പിന്നെ ബാക്കിയുള്ള പൈസക്ക് ചായപ്പൊടി മേടിക്കും. പിന്നെ 1 രൂപ ഉണ്ടല്ലോ അതിന് മൈദപ്പൊടിയോ എന്തെങ്കിലും പൊടി വാങ്ങും. അങ്ങനെ ആ ആ അപ്പൊ ആ നോമ്പ് അന്നത്തെ ദിവസം അത് ഉമ്മ കലക്കി പറഞ്ഞിട്ട് പിന്നെ അങ്ങനാണ്ട് നടക്കും. മീന് പിന്നെ ചിലപ്പോഴൊക്കെ പകുതി മുക്കാലും മീന് മാമന്മാര് കൊണ്ടുവരും. മാമന്മാര് പിന്നെ മാമനൊരു പിന്നെ പിന്നെ മീനിന്റെ ഒരു ഇതുണ്ടായിരുന്നു, വർക്കുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അധികം മീന് അങ്ങനെ കൊണ്ടുവരലാണ്. അത് പിന്നെ ടൈമിന് കിട്ടില്ല എന്നുള്ള ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുള്ളൂ. പക്ഷെ ഞങ്ങൾക്കത് ധാരാളമാണ്. കാരണം അത് എടുത്ത് വെക്കും മറ്റേത് പിന്നെ മല്ലി മുളകൊക്കെ ഇട്ടിട്ട് അന്ന് പറഞ്ഞാല് ആ ഒരലിൽ ഇടിച്ച്, അതായത് ഇതേപോലെ തന്നെയാണ് എല്ലാരും പൊടിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ വീട്ടില് ഇതേപോലെ 100 മുളകും മല്ലിയും 100 ഗ്രാം മേടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അത് ഉരലിലിട്ട് ഇടിക്കും. എന്നിട്ട് പിന്നെ അതിൽ തിളച്ച വെള്ളം ഒഴിക്കും. എന്നിട്ട് അത് അമ്മിയിലിട്ട് അരക്കും. പകുതി മുക്കാലോളം ഇടിയുള്ളൂ ശരിക്ക് കുറച്ചായത് കാരണം. കുന്താണി എന്താ അങ്ങനത്തെ ഉരലില്ലേ അതില്. അപ്പം പിന്നെ ബാക്കി നമ്മൾ അമ്മിയിലിട്ടിട്ട് അരക്കും. അങ്ങനെ അരച്ച് കയ്യൊക്കെ നല്ല പുകയും. പഠിപ്പിക്കും നമ്മളെ പലക ഇട്ടിട്ട് അതിന്റെ മേലെ കയറി നിന്നിട്ടാണ് അമ്മിയിൽ അരക്കലൊക്കെ. അപ്പം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസും ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് ബോഡിക്കൊക്കെ നല്ലൊരു സംഭവമാണ്. പക്ഷെ കയ്യൊക്കെ നല്ല ചുട്ടു പോകുന്നുള്ളൂ. കാരണം ഡയറക്റ്റ് ഒറിജിനൽ മുളകിലാണ് നമ്മൾ ഇട്ട് കളിക്കുന്നത്. കുറെ വെള്ളത്തിൽ ഇതാക്കി കളിച്ചത് കാരണം അത് ഭയങ്കര ഇതുണ്ടാവും. പിന്നെ അരക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ കൈ മുക്കി അങ്ങനെ വെക്കലാണ് ഏതെങ്കിലും ഒരു പാത്രത്തിൽ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അക്കാലത്ത് നമുക്ക് നടന്നു പോയിരുന്നു. എന്തൊക്കെയോ കുതിർത്ത് കൊണ്ട് ആ മാസത്തിന്റെ പവിത്രതയും ഒക്കെ ഭയങ്കരമാണ് ട്ടോ. പിന്നെ അരികളായിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ സക്കാത്തായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ആ മാസം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളും മിക്കവാറും നമുക്ക് അരിയൊക്കെ കിട്ടുന്നത് കാരണം ഉള്ളത് കാരണം അരിന്റെ ഒരു ചോറും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് നടന്നു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മളെ മക്കളെ ഇന്ന് നമ്മൾ കഴിയുന്നതും അന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നതും അന്നത്തെ കാലഘട്ടവും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഇതുപോലെ അനുഭവങ്ങൾ ഉള്ളവർ വളരെ ചുരുക്കമായിരിക്കും. എങ്കിലും നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. പിന്നെ അതുപോലെ നമ്മളെ മക്കളോട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയണേ ഇത് മതി, പിന്നെ ഇതുപോലെ ഒരു പത്തിരിയും ഒരു കറിയൊക്കെ പോരെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത മക്കളാണ് ഇപ്പൊ ഉള്ളത്. എന്റെ മക്കളുടെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് എന്റെ മക്കള് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ എന്റെ മക്കൾ വലുതാക്കി പറയല്ല, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പഠിത്തമെല്ലാം ഇപ്പൊ കുറച്ച് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. അതല്ലാത്ത സമയത്തൊക്കെ മൊത്തം നമ്മൾ ഷോപ്പിൽ തന്നെ ഇരുന്നല്ല അവരെ പോറ്റി വളർത്തിയെന്നൊക്കെ. ആ സമയത്തൊക്കെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ റംസാൻ ഏകദേശം ചെയ്യുന്ന കാര്യം ഇതാണ്. എന്താണ്, സോയാബീൻ ഉണ്ടാവും. അത് നല്ലോണം പിന്നെ വെള്ളത്തിലിട്ടെടുത്ത് മസാലയൊക്കെ തേച്ച് പൊരിച്ചു വെക്കും. പിന്നെ ബിരിയാണിന്റെ അരി ലേശം വാങ്ങി വെക്കും. ആ അരിയിട്ട് മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ടുകൊണ്ട് സവാളയൊക്കെ ഇട്ടുകൊണ്ട് കുക്കറിലാണ്ട് വെക്കും. അതില് ഈ പിന്നെ സോയാബീനും തട്ടും. എന്നിട്ട് പിന്നെ ഒരു ബിരിയാണി. അത് പെട്ടെന്നുണ്ടാവും, പണി കഴിയും. എന്താ വെച്ചാല് ഞാൻ നോമ്പറക്കാൻ നേരത്താവും കടന്ന് വരിക. പെട്ടെന്ന് പടപടാ വെച്ചിട്ടാക്കും. അതാണ്ടാക്കും. അവർക്കാണ്ട് കൊടുക്കും. അപ്പം അവർക്കത് ബിരിയാണിയായി. പിന്നെ അതുപോലെ കിച്ചടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അധികം ഞാൻ ചെയ്യല്. അതിൽ പരിപ്പ്, പയറ്, വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും ചെയ്യുന്ന, പ്രോട്ടീൻ ഉണ്ടാവും ചെയ്യും. അവർക്കതൊരു രസമാണ്. അവരുടെ മുന്നിൽ ഞാനത് പറയുമ്പോൾ ഇന്ന മാതിരിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെവിടെയും ഉണ്ടാവില്ല, ആരും കേൾക്കാത്ത സാധനമാണ്, സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അത്ഭുതമാണ്. അപ്പം അവരത് കഴിക്കുകയും ചെയ്യും. ഒന്നിനും മടിഞ്ഞിരുന്നിട്ടില്ല.
അധികം മിക്കവാറും അങ്ങനെ തന്നെയാണ്. ദോശയും പത്തിരിയൊക്കെ വളരെ ചുരുക്കമാണ് ഞാൻ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഇതേപോലെ പൊറോട്ട എന്തെങ്കിലും വാങ്ങിയെങ്കിൽ വാങ്ങി. അത്ര തന്നെ ഉള്ളൂ. അപ്പോ ആ കാലഘട്ടം അതേപോലെ തന്നെ അവരും ഇതായി വരുന്നത്. പിന്നെ റംസാൻ വരുന്നെന്ന് വിചാരിച്ചിട്ട് വീട് നിറച്ചും സാധനങ്ങൾ വാങ്ങി കൂട്ടി തിക്കി കൂട്ടിയിട്ട് എല്ലാ ഡബ്ബി നിറച്ചിട്ട് ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ ഒരു ഇതും എനിക്കില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാ മാസവും നമ്മൾ വാങ്ങുന്ന മാതിരി തന്നെ നമ്മൾ അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങൾ ഫില്ല് ചെയ്യും. അത്ര തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ ഈ റംസാനും നമ്മളിന്ന് അതും പോയല്ലോ, തീർന്നല്ലോ. അപ്പൊ ഈ ഉള്ളവന്റെ വീട്ടിലത്തതും ഇല്ലാത്തവന്റെ വീട്ടിലത്തതും റംസാനും ഒരുപോലെ തന്നെയാണ് തീരുന്നത്. ഇല്ലാത്തവന് എന്ന് വിചാരിച്ചിട്ട് റംസാൻ അവിടെ കുറയുന്നൊന്നുമില്ലല്ലോ. നോമ്പൊന്നും അവർക്കൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. നമ്മളെ മനസ്സല്ലേ. നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങുക, അതിന് നമ്മൾ തയ്യാറെടുക്കുക, പറ്റാവുന്നത്ര ഇബാദത്ത് എടുക്കാം, ദിക്റും സലാത്തിലും മുഴുക, നമുക്ക് കിട്ടാവുന്നത്ര. നമ്മളിപ്പം ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാവ് ഫ്രീ ആണല്ലോ. പല സമയത്തും നമുക്ക് ചിലപ്പോൾ മെന്റലി നമുക്ക് അതിലേക്ക് പിന്നെ ഇൻവോൾവ് ആവേണ്ടി വരും ജോലി ചെയ്യുന്നതിൽ കാര്യത്തിലേക്ക്. അതായത് മൈൻഡും പിന്നെ നമ്മളെ ഫിസിക്കലായിട്ട് അത് ആ രീതിക്കനുസരിച്ച് പോകേണ്ടി വരും. പക്ഷെ ഫ്രീ എന്ന ഒരു സംഭവം വരുമ്പോൾ നമുക്ക് സലാത്തും ദിക്റും ഒക്കെ നമുക്ക് നാവ് കൊണ്ട് ചൊല്ലിയിട്ട് ആ കൂലിയും കൂടെ നമ്മളെ ജോലിയിലും ഉണ്ടാവും. പ്ലസ് നമുക്ക് നമ്മളെ ജീവിതത്തിലും അത് ഒരു വർക്കത്തായിട്ട് വരും. അപ്പോൾ കൂലി നമുക്ക് വേറെയും കിട്ടും. അത് നമ്മൾ ആരതും എന്തും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ വെറുതെ ഇരുന്നിട്ടോ ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ജോലി ചെയ്യുന്ന നല്ലൊരു ഇബാദത്താണ് അല്ലെ. കുടുംബം പോറ്റുന്നത് നല്ലൊരു ഇബാദത്താണ് അല്ലെ. അപ്പം നമുക്ക് വേണ്ടിയിട്ടായാലും നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായാലും ആർക്കായാലും ജോലി എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്തിൽ പെട്ടാണ്. അതിൽ കൂടെ നമ്മൾ നാവ് കൊണ്ട് ദിക്റും ചെല്ലുമ്പോൾ അതിന്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു റമദാനെ നമ്മളിൽ ഒരുപാട് കടന്നു പോയിട്ട്, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടിട്ട് എന്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പെരുന്നാൾ എന്ന് പറയുന്ന സമയം എന്താണ് ഞങ്ങളില് ഭയങ്കരമായിട്ടാണ് മൈലാഞ്ചിന്റെ മാത്രം ഓർമ്മകളെ ഉണ്ടാവുള്ളൂ കേട്ടോ. മൈലാഞ്ചി ഇടണം, മൈലാഞ്ചി അട തിന്നണം, അടന്റെ ഇല പോയി പൊട്ടിക്കണം. മൈലാഞ്ചിക്ക് പിന്നെ ഉമ്മാന്റെ വീട്ടില് എളിയമ്മ ഉമ്മാന്റെ അനിയത്തി അത് ആദ്യം തന്നെ നുള്ളി അരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നല്ലോണം കയ്യിൽ കൊള്ളി കൊണ്ടാണല്ലോ ചിത്രങ്ങളൊക്കെ വരച്ചത്, അതൊക്കെ നിറച്ചും പിന്നെ ഇട്ട് തരും. അപ്പൊ ആ ചുവപ്പും പിന്നെ ഇറച്ചി മേടിക്കും ട്ടോ. ആ ചുവപ്പും ആ അട തിന്നണ ഒരു ആ ഫീലും. പിന്നെ ഡ്രസ്സിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. അത് നമുക്ക് പിന്നെ ആദ്യമൊക്കെ പറഞ്ഞാല് റമദാന്റെ മുന്നൊക്കെ ആരെങ്കിലൊക്കെ ഗൾഫിൽ നിന്ന് അയൽവാസികളൊക്കെ വന്നാല് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലൗസ് പീസ്, ലുങ്കി, ഷർട്ടും പീസ് ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ അയൽവാസികൾ വന്നാൽ കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ ആ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് ഞങ്ങൾക്ക് സെറ്റാക്കി തരും. അതായത് പിന്നെ ആ കിട്ടിയ പാട് തയ്ക്കൊന്നുമില്ല, അതൊരു പെരുന്നാളിന് വേണ്ടി വെക്കും. ഇന്ന് നമുക്ക് കിട്ടിയ പാട് അപ്പൊ തന്നെ തയ്ക്കുമല്ലോ നമ്മള്. ഇപ്പൊ പെരുന്നാൾ വേണമെന്നില്ല, ആരുടെ കല്യാണം വേണമെന്നില്ല, അവരുടെ കല്യാണം വേണമെന്നൊന്നുമില്ല. കോടികൾ എന്ന് പറഞ്ഞാല് കോടി എപ്പോഴും ഇടൽ എന്നാണ് അല്ലെ. ഇപ്പോഴും ഞാനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ അതേപോലെയല്ല അന്ന് അത് സൂക്ഷിച്ചു വെക്കും. എന്താ പെരുന്നാൾ വരുന്നുണ്ടല്ലോ, ആ പെരുന്നാൾ വരുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും. പിന്നെ ഒരാൾ ആരെങ്കിലും വരുമ്പോൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെക്കും. അങ്ങനെ വെക്കുന്നതാണ്. അപ്പൊ അതിൽ മിക്കവാറും അനിയത്തിക്ക് പാവാട ഉണ്ടെങ്കിൽ എനിക്ക് ജമ്പറായിരിക്കും, ജാക്കറ്റ് ആയിരിക്കും. അല്ല എനിക്ക് പാവാടാണെങ്കിൽ അവൾക്ക് ജാക്കറ്റ്. അതായത് ഫുള്ളായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് നമുക്ക് കോടിയായിട്ട് ഇടാനുണ്ടാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും. കരച്ചിലോ പിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയലോ അതന്നെ കിട്ടിയില്ലേ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നമ്മൾ ഭയങ്കര കേടായിരിക്കും. ഇന്നിപ്പോ അതല്ലല്ല, 4ഉം 5ഉം കൂട്ട്. എനിക്ക് തന്നെ ഇപ്പൊ കിട്ടിയിരുന്ന എത്ര 3 കൂട്ട് 4 കൂട്ട് എനിക്ക് കിട്ടി. ഇപ്പൊ 5ാമത്തെ കൂട്ടിക്കാന്റെ വക. പിന്നെ ഞാൻ എടുക്കണമെങ്കിൽ അതുമായി അൽഹംദുലില്ലാ. അതിന് ശേഷം ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ എനിക്ക് ഡ്രസ്സിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പല കാര്യങ്ങളും അൽഹംദുലില്ലാ 100 വട്ടം റബ്ബിനോട് ശുക്ർ ചെയ്താലും മതിയാവില്ല. ഇന്നും നമ്മൾ ആ മിതത്വത്തോടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും നമുക്ക് ആ ഇതിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രസ്സ് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര ആചാരം. എപ്പോഴും എത്ര വേണമെങ്കിൽ എത്ര വില ഉള്ളതാണെങ്കിലും നമുക്ക് വാങ്ങിയിടാനുള്ള ഇന്ന് പ്രാപ്തിയുണ്ട്. നാളത്തെ കാര്യം അള്ളാഹ്ക്കറിയാം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിൽ നിന്നും നമ്മള് ഓവറായിട്ടുള്ള പൈസക്ക് വാങ്ങലോ ഓവറായിട്ട് വാങ്ങിക്കൂട്ടലോ ഇതാക്കലോ ഒന്നുമില്ല. പക്ഷെ കിട്ടും. അത് അതിനനുസരിച്ചുള്ള ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം, പഴയ ഒരു അനുഭവം റമദാനെ കുറിച്ചിട്ടുള്ള നിങ്ങളോട് പങ്കുവച്ചതാണ്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോസുമായി വരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇതുപോലെ അനുഭവങ്ങൾ ഉള്ളവരും അറിയിക്കുക. ഓക്കെ.